ടാറ്റ നാനോയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ തുരുമ്പ് പിടിക്കുക എന്നുള്ളതാണ്. അതൊരു ഡിസൈൻ ഇഷ്യൂ കൂടിയാണ്. ഇത്രയും വില കുറച്ച് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ തരുന്നുണ്ടല്ലോ ഈ വണ്ടി, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷീറ്റ് വാങ്ങിക്കുക. ഇതൊരു ഫ്ലോർ മാറ്റാണ്. 50 രൂപ മതി. 1.5 മീറ്റർ നീളം. ഫ്ലോർ മാറ്റിൻ്റെ നീളം 1.5 മീറ്റർ ഉണ്ടാവും, 2 മീറ്റർ ഉണ്ടാവും. 1.5 മീറ്ററിൻ്റെ വാങ്ങിക്കുക. ഇത് 1.5 മീറ്ററിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പോൾ 1.5 മീറ്ററിൻ്റെ മാറ്റ് നിങ്ങൾ 1/2 മീറ്റർ വാങ്ങിക്കുക. ഏകദേശം ഒരു 50 രൂപ മാത്രമേ ചിലവാകത്തുള്ളൂ താഴോട്ട്. അതായത് ഇത്രയും ഒരു 1/2 മീറ്റർ വാങ്ങിച്ചതിന് ശേഷം ഇതാ 1, 2, 3 ഇത് 3 അഴിച്ചെടുക്കുക. അതിനുശേഷം ഈ ഷീറ്റ് മെല്ലെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടുക. മാക്സിമം എത്രത്തോളം കയറ്റാൻ പറ്റുമോ അത്രത്തോളം അകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം ഇത് AC-യുടെ എയർ അകത്തോട്ട് എടുക്കുന്നതാണ്. ഇത് നമ്മൾക്ക് ആവശ്യമില്ല. ഇത് അടഞ്ഞിരുന്നാലും കുഴപ്പമില്ല. നമ്മളെപ്പോഴും റീസർക്കുലേഷൻ മോഡിലാണ് AC വർക്കാകുന്നത്. അതുകൊണ്ട് ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അടഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അടഞ്ഞു വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഇലയും പൂവും പൊടികളൊക്കെ വീണിട്ട് ഇതിലിങ്ങനെ ഒലിച്ച് വരും. ഇതിങ്ങനെ അകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ സംഭവം ഹോൾഡ് ചെയ്ത് ബോണറ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നതിന് ഈ കമ്പി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു സാധനം ഇവിടുന്ന് അഴിച്ചെടുക്കുക. അതെവിടെയോ അതിവിടെ ഒരു ഡാമ്പറാണ്. നമ്മളിത് ഡോറ് താഴോട്ട് പെട്ടെന്ന് വിടുമ്പം വന്നടിക്കുമ്പം ഒരു ഡാമ്പിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡാമ്പറാണ്. അത് ഇവിടുന്ന് അഴിച്ചെടുക്കുക. ആ ലിവർ മാത്രം അത് ഒന്ന് റിവേഴ്സായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി. നമ്മൾക്കിത് ഹോൾഡ് ചെയ്യാനുള്ള ആ ഹോൾ ഉണ്ടാവും. ഇവിടെ ഹോൾ ചെയ്ത് കൊടുക്കാത്തത് ഇത് ഇനി ഹോൾ ചെയ്തിട്ട് അതിലെ വെള്ളം താഴോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് പെട്രോൾ അടിക്കാനാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഞാൻ ഗമ്മൊക്കെ മാക്സിമം വെച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് വെള്ളം കയറുന്നത്. ഇവിടെ ഒരു സംഭവമുണ്ട്, സ്പോഞ്ച് പോലെ. ഇതിൻ്റെ ഉള്ളിൽ മെല്ലെ വെള്ളം ഇറങ്ങി വണ്ടിയുടെ ഫ്ലോറിലോട്ട് പോകുന്നുണ്ട്. അത് ഫ്ലോറിലോട്ട് പോയാൽ പിന്നെ ഫ്ലോറൊക്കെ തുരുമ്പെടുക്കും. ഇവിടെ നല്ല രീതിയിൽ നോക്കുക, ഞാൻ സീലൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സീലൻ്റ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, പിന്നെയും വെള്ളം കയറുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിടെ. അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇത് ചെയ്ത് വിട്ടത്. ഇനി ഒരു വെള്ളമൊന്നും ഈ വാള് വഴി ഒലിച്ചിറങ്ങത്തില്ല. ഇതിലിങ്ങ് ഒലിച്ചിറങ്ങുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. ഇനി വരുന്ന വെള്ളമൊക്കെ ഇതിലെ കുറച്ചും കൂടി മുമ്പോട്ട് ഇതിലെ അങ്ങ് വീണ് പൊക്കോളും. വേറെ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 50 രൂപ മാത്രം ചിലവാക്കിയാൽ മതി. മാറ്ററോ വാങ്ങിക്കുക, ഏതെങ്കിലും ഫ്ലോർ മാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാറ്റം വാങ്ങിച്ചിട്ട് ഈ രീതിയിൽ ചെയ്താൽ മതി. നമ്മൾക്ക് മഴക്കാലത്ത് പൂർണ്ണമായിട്ട് ഒരിക്കലും ഇത് തുരുമ്പെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര മാത്രമേ ഉള്ളൂ.